അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നാട്ടുമാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇന്ന് മാമ്പഴ പുളിശ്ശേരി വെക്കാം. ഒരുപാട് നാളായിരുന്നു മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട്. ഇവിടെ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ മാമ്പഴമൊക്കെ റെഡിയാക്കുന്ന അച്ചമ്മയാണ്. മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. മാമ്പഴം ഇപ്പം ഇച്ചിരി നല്ലത് കിട്ടി. നമ്മുടെ അല്ലേടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല നാട്ടുമാമ്പഴം കിട്ടി. അതെ, അതുകൊണ്ട് ശകലം പുളിശ്ശേരി വെക്കാമെന്ന് തീരുമാനിച്ചു. രാമക്കുട്ടി കൂട്ടുവോ? മാങ്ങ ഇഷ്ടമല്ലേ? മാങ്ങ ഞങ്ങൾ പുളിശ്ശേരി ആക്കി തരും, കഴിച്ചോണം. അപ്പോൾ പുത്തേഡ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങയുടെ തൊലി പൊളിക്കുമല്ലേ? തൊലി പൊളിച്ചും വെക്കാം. തൊലി പൊളിക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് തൊലിയിലൊക്കെ അതിന് പോവും. അപ്പം ഇതാകുമ്പോൾ അങ്ങനെ പോകത്തൊന്നുമില്ല. ഇത് ഇച്ചിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. മറ്റേ പെട്ടെന്ന് തൊലി പൊളിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് കുറച്ചുകൂടി സമയം പോകും ചെത്തുമ്പോൾ. ഒരാൾക്ക് തൊലി പൊളിക്കണോ? പണ്ടൊക്കെ കോരത്തോട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കാട്ടിൽ നല്ല കാട്ടുമാമ്പഴം കിട്ടുമായിരുന്നു അല്ലേ അച്ഛമ്മ? അപ്പം ഈ മാമ്പഴത്തിന്റെ സീസൺ ആകുമ്പം ചിലപ്പോൾ മിക്കവാറും ഒരു മെയ് ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും. ചിലപ്പം മഴയുള്ള സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും കാട്ടിൽ പോയി ഒത്തിരി പേര് മാമ്പഴം കൊണ്ടുവരും. എന്നിട്ട് കടയിൽ കൊണ്ടുവന്ന് വിൽക്കും. പിന്നെ പപ്പായൊക്കെ കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ. എന്നിട്ട് അതിന് നല്ല ടേസ്റ്റ് അല്ലേ അച്ഛമ്മ? അതെ, അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ്. ഇപ്പോൾ ചേച്ചി ഓഫീസിലും കൂടെ പോകാൻ തുടങ്ങിയ പിന്നെ ഫാമിലി വ്ളോഗിൽ വീഡിയോ ഇടാറേ ഇല്ല. പിള്ളേർക്കായതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. നമ്മളാണ് ഇത് ഈ ഞെടുപ്പ് അങ്ങോട്ട് ചൊന ഇങ്ങനെ ഞെക്കി കളയും സാധാരണ. അത് കഴിഞ്ഞേച്ച് അതങ്ങോട്ട് ഞെടുപ്പ് ഇങ്ങനെ ഞുള്ളിക്കളഞ്ഞിട്ട് അത് സൂപ്പർ മാമ്പഴം, നല്ല മധുരം. അപ്പോൾ നമ്മൾ മാമ്പഴമൊക്കെ അത് ഒരുക്കി എടുത്തു. അപ്പോൾ ഒരു ചട്ടി നിറച്ചുണ്ട് മാമ്പഴം. ഇപ്പോഴേ നമുക്ക് തീ കത്തിച്ചേക്കാം. അപ്പം മാമ്പഴമൊക്കെ വെച്ചു. കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് എടുക്കുക. ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് കീറി ഇനി മാമ്പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ചിലർ നെയ്യ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനി ഉരുക്കി ഒഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിക്കുന്നില്ല, കുറച്ച് ശർക്കര പൊടി ഇടാം നമുക്ക്. ഇപ്പോഴേ ഇനി നമുക്ക് അടച്ചു വെക്കാം. അതെ, അമ്മയൊക്കെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ശർക്കര ചേർക്കാറില്ല. ചേർത്തില്ലാലും കുഴപ്പമൊന്നുമില്ല. സൂര്യൊക്കെ ഇവിടെ കറി വെക്കുമ്പോൾ ചേർക്കും. ചേർക്കാൻ വേണമെങ്കിൽ ചേർക്കാതിരിക്കും. നമ്മൾ ഇടയ്ക്ക് ചേർക്കാതെ വെക്കും. ചിലപ്പോൾ ശർക്കര ചേർക്കും, ചിലപ്പോൾ ചേർക്കുകയല്ല. തൈര് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിനെ അരച്ചെടുക്കണം. അരയ്ക്കും. ഉള്ളി അരക്കണ്ട. ഉള്ളി കടുക് വറുത്താൽ മതി. തേങ്ങാടെ വേണ്ട, തേങ്ങാടെ കൂടെ വേണ്ട. ജീരകവും തേങ്ങായും അരച്ചാൽ മതി. കറിവേപ്പില ഇടാനേ മറന്നു പോയായിരുന്നു. ഇതങ്ങോട്ട് തിളയ്ക്കുന്നില്ല അച്ഛമ്മ, ചൂടായതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മാമ്പഴമൊക്കെ അതേ വെന്ത് തുടങ്ങി. അപ്പോൾ അതേ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങായും ശകലം ജീരകവും പിന്നെ തൈരും കൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പിന് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് തേങ്ങായും ശകലം ജീരകവും, ചെറിയ ജീരകം, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ ചേർത്ത് അരച്ചെടുക്കണ്ടേ. അപ്പം തേങ്ങ ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ജീരകം കുറച്ച് മതി. ജീരകത്തിൻ്റെ കുറച്ച് മതി. ചുവ എടുത്ത് നിൽക്കുന്ന അഴുക്ക. കുറച്ച് മുളക് പൊടി, ലേശം മുളക് പൊടി. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമുക്ക് തൈര് ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ അതേ അരപ്പൊക്കെ അരച്ചെടുത്തു. നല്ല വെണ്ണ പോലെ അരയണം. മാങ്ങ വെന്തോ? മാങ്ങയൊക്കെ വെന്തു. മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം ചട്ടി നിറഞ്ഞു കേട്ടോ അച്ഛമ്മേ. ഈ മാങ്ങ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം ഈ അരപ്പ് നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കണ്ട, നല്ലതായിട്ട് ചൂടാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് മാമ്പഴത്തിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാൻ മേലായിരുന്നോ? എന്നാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയേനെ. ഇല്ല, ഇത് വെന്തിട്ട് ഇങ്ങനെ നമ്മൾ നല്ലപോലെ ഉടയ്ക്കണം. ഞാനത് പെട്ടെന്ന് വിട്ടുപോയി സത്യം പറഞ്ഞാൽ. ഉടച്ചിട്ട് ഈ അരപ്പ് ഒഴിച്ചാൽ മതിയായിരുന്നു. അപ്പം നല്ലപോലെ അങ്ങോട്ട് ആ മാമ്പഴത്തിൻ്റെ മധുരമൊക്കെ അങ്ങ് ഇറങ്ങിയാനെ. ഇനി നമുക്ക് കടുക് താളിക്കാം. അതെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെയ്ക്കകത്തും താളിക്കാം. പിന്നെ ഇവിടെ നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് താളിക്കാം. കടുക് പൊട്ടിക്കാം. അപ്പോൾ അതേ കടുക് പൊട്ടിക്കാനായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും വേണം. ഇപ്പം മഞ്ഞ കളറായല്ലോ. നല്ല നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്, നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കടുക.
ഇത് നാച്ചുറലായിട്ടുള്ള കടുക് തന്നെയാണ്. അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടി നമുക്കിനി വറ്റൽമുളകും ചെമ്മീനും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർക്കുന്നത് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേ കടുകൊക്കെ താളിച്ച് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി. അപ്പോഴേ മാമ്പഴ പുളിശ്ശേരിയൊക്കെ അവിടെ ഇരിക്കട്ടല്ലേ? അതെ, പുളിശ്ശേരി അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ചക്കപ്പുഴുക്കും കൂടെ ഉണ്ടാക്കാം. ചക്കപ്പുഴുക്കും ആ പണ്ടൊക്കെ അമ്മയൊക്കെ ചക്ക കിട്ടുമ്പോഴേ ഇത് ചക്കയുടെ ചങ്ങണി എടുത്ത് തോരൻ വെക്കും. പാടെ എന്നിട്ട് ഉപ്പി പറ്റിച്ച് ഉണക്കി വറക്കും. കോവയ്ക്കൊക്കെ വറക്കുന്നു. കോവയ്ക്ക വറക്കുന്ന പോലെ. ഈ ചക്കയുടെ ഈ കരിമുള്ള് മാത്രമേ കളയാനുള്ളൂ. പിന്നെ കൂഞ്ഞുണ്ടല്ലോ, കുരുവും കൂഞ്ഞിയും കൂടെ കറി വെക്കും. അതും വെക്കും. അത് വെച്ച് തന്നിട്ടില്ലേ? ചക്കയുടെ കൂഞ്ഞിയും കുരുവും കൂടെ മെഴുക്ക് പറ്റി വെക്കും, തോരനും വെക്കും. ആണോ? ഞങ്ങൾക്ക് ആകെ ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി, ചക്കക്കുരു മാങ്ങ ചാറ്, പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കും. അതെ, പഴുത്ത് കഴിഞ്ഞാല് കുമ്പളപ്പം ഉണ്ടാക്കും, അട ഉണ്ടാക്കും. അതെ, ചക്കയുടെ അട ഉണ്ടാക്കും, കുമ്പളപ്പം ഉണ്ടാക്കും. ചക്കയുടെ കരിമുള്ള് മാത്രമേ ഉള്ളൂ കളയാന്. തേങ്ങയുടെ കാര്യം പറഞ്ഞോലെ. അതെ, തേങ്ങയുടെ കാര്യം പറഞ്ഞ പോലെയാ. അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ പെറുക്കിയതേ അരിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ ഒരു കാര്യം, അച്ചമ്മ ഉള്ളിയൊക്കെ പൊളിക്കും. നേരത്തേനും ഞാൻ തേങ്ങ ചരണ്ടിക്കൊണ്ട് അപ്പോഴേ ഇന്ന് നമുക്ക് കുക്കറിനകത്ത് ചക്കപ്പുഴുക്കുണ്ടാക്കാം അല്ലേ? കുക്കറിനകത്ത് ഉണ്ടാക്കാം. അച്ചമ്മ നേരത്തെ കുക്കറിനകത്തൊന്നും വെക്കുമല്ലായിരുന്നു. ഞാൻ വേറെ കാര്യത്തിലേ വെക്കുള്ളൂ, കുക്കറി വെക്കുമല്ലായിരുന്നു. ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കണക്കൊന്നും അറിയത്തില്ല. ഇപ്പം ഈ വെള്ളം ഒഴിക്കുന്ന കണക്ക് അറിയത്തില്ല. പക്ഷേ കുക്കറി വേണമെന്ന ഇപ്പം നല്ലത്. ചക്ക നല്ല പൊടിഞ്ഞിരിക്കും. പണ്ട് കാലത്തിനകത്ത് വേവിക്കുന്നതായിരുന്നു ഇഷ്ടം. നമുക്ക് ഇത് പറഞ്ഞാൽ 2 പ്രാവശ്യം പുഴുങ്ങാനുള്ള ഉണ്ടല്ലേ? എല്ലാവരും കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം അതേ ചക്കപ്പുഴുക്കിനുള്ള അച്ചമ്മ അരയ്ക്കാൻ എടുക്കുക. ഇവിടെ തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി മഞ്ഞൾ പൊടി ഇത്രയും സാധനം ചക്കപ്പുഴുക്കിന് അരയ്ക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ജീരകമൊക്കെ ആയിരിക്കും. ഇവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല. ജീരകം ഇഷ്ടമല്ല. അതെ. അപ്പോൾ അത് ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാറായപ്പോഴത്തേനും ആൾ വന്നിട്ടുണ്ട്, ഓഫീസ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചക്കയ്ക്കകത്തോട്ട് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇത് വെള്ളവും അതിനകത്ത് ഉപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്താ. അച്ഛമ്മ വെള്ളം ഒഴിക്കുന്നത് കണ്ടോ കേട്ടോ? വെള്ളത്തിന് ഈ കുക്കറി വെക്കുമ്പോഴേ വെള്ളത്തിൻ്റെ അളവ് അറിയത്തില്ല. അപ്പോൾ അതേ തീയൊക്കെ കത്തിച്ച് ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഒറ്റ വിസിൽ മതി ചക്കയ്ക്ക്. അപ്പോൾ ചക്ക വേകുമ്പോഴത്തേനും നമുക്ക് മീനൊക്കെ ഒന്ന് പുരട്ടി വെക്കാം, മുളക് പുരട്ടി വെക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പോരെ? മതി. ഉപ്പും. അതെ, ഉപ്പിൻ്റെ അരി മറന്നു പോയായിരുന്നു. കുരുമുളകും പച്ചക്കുരുമുളക് അരച്ച് പുരട്ടുന്നത് നല്ല. അത് മത്തിക്ക് ഏറ്റവും നല്ല. അതെ, കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരക്കണം. എല്ലാം കൂടെ അരകല്ലേ വെച്ചോ മിക്സിക്കകത്തൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് പുരട്ടി വെക്കണം. കൊതിപ്പിക്കാതെ. ഇപ്പം നല്ല ചാളയൊന്നും കിട്ടുന്നേ ഇല്ലല്ലേ? ഒത്തിരി നാളായല്ലേ? പനഞ്ഞീനുള്ള നെയ്യുള്ളത് വേണം. നെയ്യുള്ള സമയം വേണം. അതിനിപ്പം ചിങ്ങം കന്നി തുലാമാസമൊക്കെ ആകുമ്പോഴാണ് തോന്നല്ലേ? അതെ, സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവണം തോന്നുന്നു. അതെ, ഉപ്പും മുളകും മഞ്ഞൾ പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂടാണ്. എന്തൊരു ആവിയല്ലേ, ഒരു രക്ഷയില്ല. ഭയങ്കര ആവിയാ ഈ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ആവി കൂടുതലാന്ന് തോന്നുന്നു. മീനിലൊക്കെ മുളകൊക്കെ പുരട്ടി കുറച്ച് നേരം ഇരിക്കണം. ആ മുളകൊക്കെ അങ്ങ് പിടിക്കണം, ഉപ്പും മുളകും ഒക്കെ. എന്നിട്ട് വറക്കണം. നമുക്ക് ഇച്ചിരി ഇടിച്ച മുളകും കൂടെ ഉണ്ടാക്കാം അല്ലേ? ഉള്ളി എടുത്തായിരുന്നു. അച്ചമ്മ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിച്ച മുളകും, പിന്നെ എനിക്ക് ചക്കപ്പുഴുക്കിന് ഏറ്റവും ഇഷ്ടം മാങ്ങാച്ചാറാണ്. എനിക്ക് മാങ്ങാച്ചാറ്, പിന്നെ മുളകും ഇഷ്ടമാണ്, മാങ്ങാച്ചാറ് ഇഷ്ടമാണ്, പിന്നെ മാങ്ങാ ചമ്മന്തി. അതെ, മാങ്ങാ ചമ്മന്തി അച്ചമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാ ചമ്മന്തിയും ചക്കപ്പുഴുക്കും. അത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കകത്തോട്ട് മുളക് ഇട്ട് കൊടുക്കുക, ഇടിച്ച മുളക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകുന്നതിന് ഇപ്പുറം നിർത്തിക്കണം. അപ്പോൾ മുളകിന് വേണ്ട ചുമന്നുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇടികലിനകത്തിട്ട് നല്ലപോലെ ചതയ്ക്കണം. ചേട്ടായിക്കാണെങ്കിൽ ചുമന്നുള്ളി ഏറെ വേണം ഈ മുളകിന്. ഉള്ളിയൊക്കെ ചതച്ചു മുളകിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പുനീരും കൂടെ ഒഴിക്കണം. ഉപ്പുനീര് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കൂടിപ്പോയോ?
ചക്കയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ മുളകിന് ഉപ്പിരുന്നോട്ടെ. ചെറിയൊരു സംശയം കൂടി പോയോന്ന്. ഉപ്പ് കൂടുതലുണ്ടോന്നൊന്ന് തൊട്ട് നോക്കാം. ഇല്ല, കുഴപ്പമില്ല. ഇനി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചോ. എനിക്കിങ്ങനെ മുളക് ഉണ്ടാക്കുമ്പോൾ ഈ മുളക് നല്ല കറുത്തിരിക്കണം. എനിക്കും അതെ അല്ലേ? എനിക്ക് ഉള്ളിയും കൂടി ഇച്ചിരി മൊരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ രുചിയാണ്. നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. മീനൊക്കെ വറുത്ത് വെച്ചിട്ടേ നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരെ സാവധാനത്തിൽ. മതി മതി മതി. ആദ്യം നമുക്ക് മീൻ വറുത്തെടുക്കാം. ഇതിൻ്റെ പോരുന്നുമില്ല, തെന്നി പോവുക. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെ, നമ്മുടെ ചക്ക റെഡിയായി എന്നാ തോന്നുന്നേ. ഇതാ അച്ഛമ്മയുടെ തുടുപ്പ് അല്ലേ? ഇതിനല്ലേ തുടുപ്പെന്ന് പറയുന്നത്? അതാ തുടുപ്പെന്ന് പറയുന്നത്. ഞങ്ങള് ചക്ക ഇളക്കുന്ന കമ്പെന്ന് പറയും അല്ലേ? കോല്. അതാണ് കോല്. കപ്പയും ചക്കയൊക്കെ ഇളക്കുന്നത് തുടുപ്പെന്ന് പറയും. തുടുപ്പെന്ന്. വെള്ളം കറക്റ്റ് ഇതുണ്ടോ? വെള്ളമൊക്കെ പറ്റി ഒറ്റ വിസിലല്ലേ? അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇതിലേക്ക് ലേശം കറിവേപ്പിലയും ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നേരത്തെ അരച്ചതാണ്. അരച്ചിട്ടാലേ എല്ലാവരെയും വയറ്റി ചെല്ലുള്ളേ, അല്ലെങ്കിൽ എല്ലാവരും കറിവേപ്പില എടുത്ത് ഉരുട്ട് കളയും. അതാണ് കറിയിലെ കരിവേപ്പില പോലെ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ കരിയാപ്പില പറയാം. എല്ലാ സദ്യക്കും എന്നെ വിളിക്കും, ഉണ്ണാൻ നേരം പറഞ്ഞു വിടുമെന്ന് പറയും. ഞാൻ ഉണ്ണാൻ നേരം പറഞ്ഞു വിടത്തില്ല. അരച്ച് ചേർക്കും. അതെ. അച്ഛമ്മേ, മക്കളുടെ കാര്യം മറന്നുപോയി. ഇതിനകത്ത് മക്കളെ ഇട്ടില്ല. ചക്ക പുഴുങ്ങുമ്പോഴേ ഒരു കുരുവെങ്കിലും ഇടേണ്ടതായിരുന്നേ. ഇന്നത് മറന്നുപോയി. എന്നും അങ്ങനെ ഒരു കുരുവേലും അച്ഛമ്മ മുറിച്ചിടും. അപ്പം ചക്കയ്ക്ക് വിഷമമായി കാണും. അതെ, ഇന്ന് വിഷമമായി കാണും. എനിക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് ഒരു മക്കളും അതെ, അങ്ങനെ വിചാരിക്കുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം വേവിക്കുമ്പോഴേ 2 കുരു കിട്ടും. 2 കുരു അങ്ങ് ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി, ഇതേ മുളകരച്ചത്, ചക്കപ്പുഴുക്കും മീൻ വറുത്തതും മാങ്ങ അച്ചാറും അയല വറുത്തതും എല്ലാം റെഡിയായി. അപ്പം രാജേഷും ചേട്ടായിയൊക്കെ ഒരു വഴിക്ക് പോയേക്കാം. അവർ വരുമ്പോൾ കുറച്ചുകൂടെ കഴിയുമെന്നാണ് പറഞ്ഞു. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ? നമുക്ക് പുഴുക്ക് കഴിക്കാം. ബൈ.